പാടാൻ പോകുന്നത്. കവിത എഴുതിയത് രതീഷ് മംഗലാംപാടം. പാടത്തിനോരത്തെ വീട്, ഓലമേലുള്ളൊരു വീട്. പാടത്തിനോരത്തെ വീട്, ഓലമേലുള്ളൊരു വീട്. ആ കൊച്ചു സുന്ദര വീട്ടിൽ പൂനില പോലൊരു പൈതൽ. പൈതലൊരു ദിനം പാതാവരമ്പിൽ പട്ടം പറത്തി കളിക്കേ. പെട്ടെന്നരികിലെ താമര പൊയ്കയിൽ എന്തോ നുടിക്കുന്ന ശബ്ദം. ശബ്ദമെന്തെന്നവൻ നോക്കിയപ്പോൾ ഒരു പുള്ളി വരാലിനെ കണ്ടു. പുള്ളിതന്നോരത്ത് തുള്ളിക്കളിക്കുന്ന ചെല്ലക്കിടാങ്ങളെ കണ്ടു. ഇത്തിരി ദൂരെ കൈതക്കരികില ചെമ്പൻ വരാലിനെ കണ്ടു. ചെമ്പനും പുള്ളിയും ചെല്ലക്കിടാങ്ങളും നീന്തിത്തുടിക്കുന്ന കണ്ടു. ആശ്ചര്യം പൂണ്ടൊര പൈതൽ പിന്നെ അയ്യോ പാപ്പുകളെ വിളിച്ചു കൂവി. അതു കേട്ടൊരു വനം ഓടി വന്നു. ക്ഷണം പാപ്പിന്റെ നേർക്കന്നു ചൂണ്ടയിട്ടു. പുള്ളി തന്നുള്ളം ഭയന്നുപോയി. മക്കളെയോർത്തു ഭയന്നുപോയി. പിന്നെ ആ ചൂണ്ടയിൽ ചാടി വെട്ടി. മക്കൾക്കു വേണ്ടി പിടഞ്ഞു വീണു. പിന്നെയും ചൂണ്ട കുളത്തിൽ വീണു. ചെമ്പൻ വരാലും പിടഞ്ഞു വീണു. മക്കളത്രയുമനാഥരായി. അനാഥരോ കണ്ടവക്കിരകളായി. അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ നിശ്ചയം തീരുവിൻ പാപ്പിനെപ്പോൾ. ഇങ്ങനെ ചിന്തിച്ച പൈതൽ വേഗം അച്ഛമ്മക്കരികിലേക്ക് ഓടിയെത്തി. അച്ഛമ്മ ഇനിയും പറയുകില്ലേ അച്ഛനും അമ്മയും എവിടെയെന്ന്? പരമാർത്ഥമിനിയും പറയുകില്ലേ? അച്ഛമ്മയോടു ഞാൻ മിണ്ടുകില്ല. കരയാതിരിക്കന്റെ പൈതലേ നീ, പറയാൻ ഞാനൊക്കെ കേട്ടുകൊള്ളുക. പരലോകം ഒരുപാട് ദൂരെയാണ്. അച്ഛനും അമ്മയും അവിടെയാണ്. ദൂരെയാണെങ്കിലും വന്നുകൂടെ കണ്ണനെ കാണുവാൻ
Like what do you say? I said stop, stop, stop away. Hello, like what do you see? I said wait, away. Wait, see like this green light, what do you see? I said go away.
നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം നമുക്ക് സ്വാമി വിവേകാനന്ദനെ പറ്റുന്നതാണ്. വിവേകാനന്ദ വേഷവുമായി എത്തുന്നു നമ്മുടെ UKG-യിലെ ആസാമിന്റെ വേഷവിധാനം. The mathematician asked, "Where is zero?" No one knows where is zero. The mathematician ordered all the numbers, "Go and find zero." After searching for a while, they finally found zero hiding behind a tree. The mathematician asked, "Why are you hiding behind a tree?" The zero started crying. "Whoa, whoa, whoa! I have no value. No one likes to play with me, and no one respects me. It hurts me a lot." The mathematician thought for a while and smiled. He asked number one, "Come and stand on zero's left side." Then he asked all the numbers, "What is the value now?" All the numbers shouted, "System button, system button." So the value increased to number 10. Again the mathematician called another zero, "Come and stand on zero's right side." Then he asked all the numbers, "What is the value now?" All the numbers shouted, "System but 100."